രാഹുൽ ഗാന്ധിയെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു തമാശ, അദ്ദേഹം നേതൃനിരയിൽ നിൽക്കുന്ന കാലത്തോളം, കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്ന കാലത്തോളം BJP സേഫാണ്. BJP ആഗ്രഹിക്കുന്നത് രാഹുലിൻ്റെ നേതൃത്വം തന്നെയാണ്, കോൺഗ്രസ്സിലാണെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലൊക്കെ. അതൊരു പരിധിവരെ ശരിയാണെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കും, എന്നിട്ട് രാഹുൽ ഗാന്ധി ഓടി ഒളിക്കുന്നൊരു സാഹചര്യമാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ഫുൾ ടൈം ഡിവോട്ടഡ് ആയുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഇത് BJPക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. BJPയിലെ നേതാക്കൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷായ്ക്ക് ഉൾപ്പെടെ എത്രത്തോളം കഠിനാധ്വാനം ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു നിലയിൽ അവരെ വെല്ലുവിളിക്കാൻ നിൽക്കേണ്ട ഒരു നേതാവ്, അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കാൻ വേണ്ടി മുൻനിരയിൽ നിൽക്കേണ്ട ഒരു നേതാവ് ഈ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വിദേശ സന്ദർശനങ്ങൾ നടത്തുന്നു, അതും വളരെ ദുരൂഹമായ രീതിയിലുള്ള സന്ദർശനങ്ങൾ. ഇതൊക്കെ എങ്ങനെ ദഹിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം വെറും ഒരു നേതാവല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. രാജ്യത്തോട് ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. ക്യാബിനറ്റ് റാങ്കിന് തുല്യമായ പദവിയാണ് അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായുള്ളൊരു പദവിയാണ് പ്രതിപക്ഷ നേതാവ് എന്നത്.